नमस्ते। आप सभी को नव वर्ष की हार्दिक शुभकामनाएं सबसे पहले अदा करती हूँ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പുതുവത്സരാശംസകൾ നേരുന്നു. ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് പല കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ വർഷം കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ എന്തായാലും ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേട്ടറ്റിൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സുപ്രീം കോടതി ഉത്തരവായിരിക്കുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേട്ടിട്ടില്ലാതെ ഇനി പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അത്രക്കും കർശനാക്കിയിട്ടുണ്ട്. കേട്ടിട്ടില്ല സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന് പോലും കേട്ടിട്ട് വേണം എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ PG ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ ഹൈസ്കൂളിലൊക്കെ വർക്ക് ചെയ്യാനായാലും LP മുതലായാലും ഇനി BEd കൂടിയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും BEd എടുത്ത് വെക്കണം. അതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡിഗ്രി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ BEd ജോയിൻ ചെയ്യണം. കാരണം ഇതും ഒരു കേഡറ്റ് പോലെ തന്നെ ഒരു ഉപാധിയായിട്ട് നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. അപ്പോൾ അതും അടുത്തിടെയായിട്ട് നിർബന്ധമാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും BEd എടുത്ത് വെക്കാനും ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മുടെ കടമ്പകളൊക്കെ കടന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും ഈ വർഷം തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ കേട്ടറ്റ് 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. 1, 2 LP UP ടീച്ചേഴ്സിനുള്ളതാണ്. കേട്ടറ്റ് 1 LP ആണ്. കേട്ടറ്റ് 2 UP ആണ്. കേട്ടറ്റ് 3 വരുന്നത് ഹൈസ്കൂൾ ടീച്ചേഴ്സിനാണ്. കേട്ടറ്റ് 4 വരുന്നത് ഭാഷാ അധ്യാപകർക്കുള്ളതാണ്. UP ലെവലിലെ ഭാഷാ അധ്യാപകർക്കുള്ളതാണ് കേട്ടറ്റ് 4 വരുന്നത്. അതിൽ ഹിന്ദി വരുന്നുണ്ട്, ഉറുദു വരുന്നുണ്ട്, അറബിക് വരുന്നുണ്ട്, സംസ്കൃതം വരുന്നുണ്ട്, തമിഴ് വരുന്നുണ്ട്, കന്നഡ വരുന്നുണ്ട്. അതേപോലെ ആർട്സ്, സ്വിങ് അങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേട്ടറ്റ് എന്നുള്ളത് വലിയൊരു കടമ്പയായിട്ട് തന്നെയാണ് ഇനിയുള്ള കാലം നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ കേട്ടറ്റ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ വർഷം നന്നായിട്ടൊന്ന് പരിശ്രമിച്ചേ പറ്റൂ. ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കുറച്ച് റിസ്ക് ആയിരിക്കും അല്ലേ? കാരണം ഇത്രയും കർശനമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ PSC എക്സാം പോലെ തന്നെ കുറച്ച് ടഫസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സിലബസ് മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് കേട്ടറ്റ് നേടാൻ സാധിക്കൂ. അപ്പോൾ എന്തായാലും വരും വീഡിയോസിൽ നമ്മൾ കേട്ടറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.